JEE 2024 ഫേസ് 1 കെമിസ്ട്രിയിലെ 31 ജനുവരിയിൽ നടന്ന ഷിഫ്റ്റ് 2 മറ്റൊരു ക്വസ്റ്റ്യൻ നമ്പർ 15 ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡയറക്ട്ലി ഒരു NCERT നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്രാഗ്രൻസ് ഓഫ് ദി ഫ്ലവർ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സം സ്റ്റീം വോളറ്റൈൽ. ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അതെന്താണ്, സ്റ്റീം വോളറ്റൈൽ ആണ്. സോ കാൾഡ് എസെൻഷ്യൽ ഓയിൽ. ദേ ആർ ജനറലി ഇൻസൊല്യൂബിൾ. ദാറ്റ് ഈസ് നമ്മൾ പറയുന്നുണ്ട് സ്റ്റീം വോളറ്റൈൽ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. എന്താ സ്റ്റീം വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബീക്കർ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ഒരു ബീക്കർ കൺസിഡർ ചെയ്യാണ്. ഇതിൽ A+B എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ പ്രസന്റ് ആണ്. ഇതിൽ ഞാൻ ഈ ബീക്കറിന്റെ ഈ മേൽഭാഗത്തൂടെ ഞാൻ ഒരു സ്റ്റീമിനെ എന്ത് ചെയ്യാണ്, കടത്തിവിടുകയാണ്. ഒരു സ്റ്റീമിനെ കടത്തിവിടുകയാണ്. സ്റ്റീമിനെ കടത്തിവിടുന്ന സമയത്ത് ഇതിൽ A എന്ന് പറയുന്ന മോളിക്യൂൾ എന്തായിരിക്കണം എന്ന് വിചാരിക്കുക, സ്റ്റീം വോളറ്റൈൽ. എന്താ സ്റ്റീം വോളറ്റൈൽ? സ്റ്റീമിന്റെ കൂടെ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റിലോട്ട്, വോളറ്റൈൽ സ്റ്റേറ്റിലോട്ട്, ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആൾക്കാർ. അപ്പൊ ഒരാൾ സ്റ്റീം വോളറ്റൈലും ഒരാൾ നോൺ അല്ലെങ്കിൽ സ്റ്റീം വോളറ്റൈൽ അല്ലാത്ത ആളുവാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നു ദേ ആർ ജനറലി ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ശരിയാണ്, അതിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കണം. ആൻഡ് മിസിബിൾ ഇൻ വാട്ടർ വേപ്പർ ഇൻ വേപ്പർ ഫേസ് എന്ന് പറഞ്ഞാൽ സ്റ്റീമുമായിട്ട് എന്തായിരിക്കണം, മിസിബിൾ ആയിരിക്കണം. അതേസമയം വാട്ടറിൽ എന്തായിരിക്കണം, ഇമ്മിസിബിൾ ആയിരിക്കണം. അപ്പൊ അതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യുക. സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഏത് വരും മക്കളെ? ഓപ്ഷൻ 4 വിൽ ബി യുവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആയിരിക്കും നിങ്ങളെ കറക്റ്റ് ആൻസർ വരിക, സ്റ്റീം ഡിസ്റ്റിലേഷൻ. കാരണം സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞ് ഫർദർ അതിന് കൂൾ ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ ഉണ്ടായിരിക്കും. ഈ A എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടായിരിക്കും. വാട്ടറിനെ അതിന് സെപ്പറേറ്റ് ചെയ്യാം. A എന്ന് പറഞ്ഞ മോളിക്യൂൾ നമുക്ക് വിവരമായിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇമ്മിസിബിൾ. അതെന്ത് ചെയ്യുന്നതാണ്, വെള്ളത്തിൽ എന്താണ്, ഇമ്മിസിബിൾ ആണ്. അതേസമയം സ്റ്റീമിൽ എന്താണ്, വോളറ്റൈൽ ആണ്. അങ്ങനെ വരുന്ന കോമ്പോണൻസുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ഏതാണ്, സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ്. ഈസ് ഇറ്റ് റൈറ്റ്? സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.